ദൈവത്തിൻ്റെ നാമം പരിശുദ്ധമാകുമാറാകട്ടെ. നെഹമ്യാവിൻ്റെ പുസ്തകം 12-ാം അധ്യായം. ഷെയൽത്തിയേലിൻ്റെ മകനായ സെരുബ്ബാബേലിനോടും യോശുവയോടും കൂടെ വന്ന പുരോഹിതന്മാരും ലേവ്യരുമാവിത്: സെരയ്യാവ്, ഇരമ്യാവ്, എസ്ര, അമര്യാവ്, മല്ലൂക്ക്, ഹത്തൂഷ്, ശെകന്യാവ്, രഹൂം, മെരേമോത്ത്, ഇദ്ദോ, ഗിന്നദോയി, അബ്യാവ്, മിയാമീൻ, മയദ്യാവ്, ബിൽഗ, ഷെമര്യാവ്, യോയാരീബ്, യെദയാവ്, സല്ലു, ആമോക്ക്, ഹിൽക്കിയാവ്, യെദയാവ്. ഇവർ യേശുവയുടെ കാലത്ത് പുരോഹിതന്മാരുടെയും തങ്ങളുടെ സഹോദരന്മാരുടെയും തലവന്മാരായിരുന്നു. ലേവ്യരോ യേശുവ, ബിന്നൂവി, കദ്മിയേൽ, ശെരബ്യാവ്, യഹൂദ എന്നിവരും സ്തോത്രഗാനനായകനായ മത്ഥന്യാവും സഹോദരന്മാരും. അവരുടെ സഹോദരന്മാരായ ബക്ബുക്യാവും ഉന്നോവും അവർക്ക് സഹകാരികളായി ശുശ്രൂഷിച്ചു നിന്നു. യേശുവ യോയാക്കീമിനെ ജനിപ്പിച്ചു. യോയാക്കീം എല്യാഷീബിനെ ജനിപ്പിച്ചു. എല്യാഷീബ് യോയാദയെ ജനിപ്പിച്ചു. യോയാദ യോനാദാനെ ജനിപ്പിച്ചു. യോനാദാൻ യദ്ദൂവയെ ജനിപ്പിച്ചു. യോയാക്കീമിൻ്റെ കാലത്ത് പ്രതിഭവന തലവന്മാരായിരുന്ന പുരോഹിതന്മാർ: സെറായ കുലത്തിന് മെരയ്യാവ്, ഇരമ്യ കുലത്തിന് ഹനന്യാവ്, എസ്ര കുലത്തിന് മെശുല്ലാം, അംബര്യ കുലത്തിന് യഹോഹാനാൻ, മല്ലു കുലത്തിന് യോനാദാൻ, ശെബന്യ കുലത്തിന് യോസഫ്, ഹാരീം കുലത്തിന് അദ്ന, മെരായോത്ത് കുലത്തിന് ഹെൽക്കായി, ഇദ്ദോ കുലത്തിന് സക്കരിയാവ്, ഗിന്നതോൻ കുലത്തിന് മെശുല്ലാം, അബിയ കുലത്തിന് സിക്രി, മിന്യാമീൻ കുലത്തിനും മോവാദ്യ കുലത്തിനും പിൽത്തായി, ബിൽഗ കുലത്തിന് ഷമ്മൂവ, ഷെമര്യ കുലത്തിന് യഹോനാദാൻ, യോയാരീബ് കുലത്തിന് മദനായി, യദയാ കുലത്തിന് ഉസ്സി, സല്ലായി കുലത്തിന് കല്ലായി, ആമോ കുലത്തിന് ഏബർ, ഹിൽക്കിയ കുലത്തിന് ഹഷബ്യാവ്, യദയാ കുലത്തിന് നെതനയേൽ, എല്യാഷീബ്, യോയാദ, യോഹന്നാൻ, യദ്ദുവ എന്നിവരുടെ കാലത്ത് ലേവ്യരെയും പാർസി രാജാവായ ദാര്യാവിഷിൻ്റെ കാലത്ത് പുരോഹിതന്മാരെയും പ്രതിഭവന തലവന്മാരായി എഴുതിവെച്ചു. ലേവ്യരായ പ്രതിഭവന തലവന്മാർ ഇന്നവരെന്ന് എല്യാഷീബിൻ്റെ മകനായ യോഹന്നാൻ്റെ കാലം വരെ ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരുന്നു. ലേവ്യരുടെ തലവന്മാർ ഹഷബ്യാവ്, ശരബ്യാവ്, കദ്മിയേലിൻ്റെ മകൻ യേശുവ എന്നിവരും അവരുടെ സഹകാരികളായ സഹോദരന്മാരും ദൈവപുരുഷനായ ദാവീദിൻ്റെ കൽപ്പനപ്രകാരം തരം തരമായി നിന്ന് സ്തുതിയും സ്തോത്രവും ചെയ്തു വന്നു. മത്തന്യാവും, ബക്ബുക്യാവ്, ഒബദ്യാവ്, മെശുല്ലാം, തൽമോൻ, അക്കൂബ എന്നിവർ വാതിലുകൾക്കരികെയുള്ള ഭണ്ഡാരഗൃഹങ്ങൾ കാക്കുന്ന വാതിൽ കാവൽക്കാരായിരുന്നു. ഇവർ യോസാദാക്കിൻ്റെ മകനായ യേശുവയുടെ മകനായ യോയാക്കീമിൻ്റെ കാലത്തും ദേശാധിപതിയായ നെഹമ്യാവിൻ്റെയും ശാസ്ത്രിയായ എസ്രാ പുരോഹിതൻ്റെയും കാലത്തും ഉണ്ടായിരുന്നു. യെരുശലേമിൻ്റെ മതിൽ പ്രതിഷ്ഠിച്ച സമയം അവർ സ്തോത്രങ്ങളോടും സംഗീതത്തോടും കൂടെ കൈത്താളങ്ങളും വീണകളും കിന്നരങ്ങളും കൊണ്ട് സന്തോഷപൂർവ്വം പ്രതിഷ്ഠ ആചരിപ്പാൻ ലേവ്യരെ അവരുടെ സർവ്വവാസ സ്ഥലങ്ങളിൽ നിന്നും യെരുശലേമിലേക്ക് അന്വേഷിച്ചു വരുത്തി. അങ്ങനെ സംഗീതക്കാരുടെ വർഗം യെരുശലേമിൻ്റെ ചുറ്റുമുള്ള പ്രദേശത്തു നിന്നും നെതോഫാത്യരുടെ ഗ്രാമങ്ങളിൽ നിന്നും ബേത്ത് ഗിൽഗാലിൽ നിന്നും ഷേബയുടെയും ഗേബയുടെയും അസ്മാവെത്തിൻ്റെയും നാട്ടുംപുറങ്ങളിൽ നിന്നും വന്നുകൂടി. സംഗീതക്കാർ യെരുശലേമിൻ്റെ ചുറ്റും തങ്ങൾക്ക് ഗ്രാമങ്ങൾ പണിതിരുന്നു. പുരോഹിതന്മാരും ലേവ്യരും തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചിട്ട് ജനത്തെയും വാതിലുകളെയും മതിലിനെയും ശുദ്ധീകരിച്ചു. പിന്നെ ഞാൻ യഹൂദ പ്രഭുക്കന്മാരെ മതിലിന്മേൽ കൊണ്ടുപോയി സ്തോത്രഗാനം ചെയ്തും കൊണ്ട് പ്രദക്ഷിണം ചെയ്യേണ്ടതിന് 2 വലിയ കൂട്ടങ്ങളെ നിയമിച്ചു. അവയിലൊന്ന് മതിലിന്മേൽ വലതുഭാഗത്തുകൂടി കുപ്പവാതിൽക്കലേക്ക് പുറപ്പെട്ടു. അവരുടെ പിന്നാലെ ഹൊശയ്യാവും യഹൂദ പ്രഭുക്കന്മാരിൽ പാതിപേര് നടന്നു. അസര്യാവും എസ്രയും മെശുല്ലാമും യഹൂദയും ബെന്യാമീനും ഷെമര്യാവും ഇരമ്യാവും കാഹളങ്ങളോടുകൂടെ പുരോഹിത പുത്രന്മാരിൽ ചിലരും ആസാഫിൻ്റെ മകനായ സക്കൂറിൻ്റെ മകനായ മീഖയാവിൻ്റെ മകനായ മത്ഥന്യാവിൻ്റെ മകനായ ഷെമര്യാവിൻ്റെ മകനായ യോനാദാൻ്റെ മകൻ സക്കരിയാവും ദൈവപുരുഷനായ ദാവീദിൻ്റെ വാദ്യങ്ങളോടുകൂടെ അവൻ്റെ സഹോദരന്മാരായ ഷെമര്യാവ് അസരയേലും മീലലായിയും ഗീലലായിയും മായായിയും നെതനയേലും യഹൂദയും ഹാനാനിയും നടന്നു. എസ്രാ ശാസ്ത്രി അവരുടെ മുമ്പിൽ നടന്നു. അവർ ഉറവുവാതിൽ കടന്ന് നേരെ ദാവീദിൻ്റെ നഗരത്തിൻ്റെ പടിക്കെട്ടിൽ കൂടി ദാവീദിൻ്റെ അരമനയ്ക്കപ്പുറം മതിലിൻ്റെ കയറ്റത്തിൽ കിഴക്ക് നീർവാതിൽ വരെ ചെന്നു. സ്തോത്രഗാനക്കാരുടെ 2-ാം കൂട്ടം അവർക്കെതിരെ ചെന്നു. അവരുടെ പിന്നാലെ ഞാനും ജനത്തിൽ പാതിയും മതിലിന്മേൽ ചൂളഗോപുരത്തിനപ്പുറം വിശാല മതിൽ വരെയും എഫ്രയീം വാതിലിനപ്പുറം പഴയ വാതിലും മീൻവാതിലും ഹനനേലിൻ്റെ ഗോപുരവും ഹമ്മയ ഗോപുരവും കടന്ന് ആട്ടുവാതിൽ വരെയും ചെന്നു. അവർ കാരാഗൃഹവാതിൽക്കൽ നിന്നു. അങ്ങനെ സ്തോത്രഗാനക്കാരുടെ കൂട്ടം 2ഉം ഞാനും എന്നോടുകൂടെയുള്ള പ്രമാണികളിൽ പാതിപേരും നിന്നു. കാഹളങ്ങളോടുകൂടെ എല്യാക്കീം, മയസയാവ്, മിന്യാമീൻ, മീഖായാവ്, എല്യവോനായി, സെക്കരിയാവ്, ഹനന്യാവ് എന്ന പുരോഹിതന്മാരും മയസയാവ്, ഷെമര്യാവ്, എലയാസർ, ഉസ്സി, യഹോഹാനാൻ, മൽക്കിയാവ്, ഏലാം, ഏസർ എന്നിവരും ദേവാലയത്തിനരികെ വന്നു നിന്നു.
സംഗീതക്കാർ ഉച്ചത്തിൽ പാട്ടുപാടി. ഇസ്രഹ്യാവ് അവരുടെ പ്രമാണിയായിരുന്നു. അവർ അന്ന് മഹായാഗങ്ങൾ അർപ്പിച്ച് സന്തോഷിച്ചു. ദൈവം അവർക്ക് മഹാസന്തോഷം നൽകിയിരുന്നു. സ്ത്രീകളും പൈതങ്ങളും കൂടെ സന്തോഷിച്ചു. അതുകൊണ്ട് യെരൂശലേമിലെ സന്തോഷഘോഷം ബഹുദൂരത്തോളം കേട്ടു. അന്ന് ശുശ്രൂഷിച്ചു നിന്ന പുരോഹിതന്മാരെയും ലേവ്യരെയും കുറിച്ച് യഹൂദ ജനം സന്തോഷിച്ചതുകൊണ്ട് അവർ പുരോഹിതന്മാർക്കും ലേവ്യർക്കും ന്യായപ്രമാണത്താൽ നിയമിക്കപ്പെട്ട ഓഹരികളെ പട്ടണങ്ങളോട് ചേർന്ന് നിലങ്ങളിൽ നിന്ന് ശേഖരിച്ച് ഭണ്ഡാരത്തിനും ഉദർച്ചാർപ്പണങ്ങൾക്കുമുള്ള അറകളിൽ സൂക്ഷിക്കേണ്ടതിന് ചില പുരുഷന്മാരെ മേൽവിചാരകന്മാരായി നിയമിച്ചു. അവർ തങ്ങളുടെ ദൈവത്തിൻ്റെ ശുശ്രൂഷയും ശുദ്ധീകരണ ശുശ്രൂഷയും നടത്തി. സംഗീതക്കാരും വാതിൽ കാവൽക്കാരും ദാവീദിൻ്റെയും അവൻ്റെ മകനായ ശലോമോൻ്റെയും കൽപ്പന പ്രകാരം ചെയ്തു. പണ്ട് ദാവീദിൻ്റെയും ആസാഫിൻ്റെയും കാലത്ത് സംഗീതക്കാർക്ക് ഒരു തലവനും ദൈവത്തിന് സ്തുതിയും സ്തോത്രവുമായുള്ള ഗീതങ്ങളും ഉണ്ടായിരുന്നു. എല്ലാ ഇസ്രായേലും സെരുബാബേലിൻ്റെ കാലത്തും നെഹമ്യാവിൻ്റെ കാലത്തും സംഗീതക്കാർക്കും വാതിൽ കാവൽക്കാർക്കും ദിവസേന ആവശ്യമായ ഉപജീവനം കൊടുത്തു വന്നു. അവർ ലേവ്യർക്ക് നിവേദിതങ്ങളെ കൊടുത്തു. ലേവ്യർ അഹരോന്യർക്കും നിവേദിതങ്ങളെ കൊടുത്തു.